PM ശ്രീ പദ്ധതിയെ ചൊല്ലി CPM CPI അഭിപ്രായ ഭിന്നത തുടരവേ ഇടതുമുന്നണിയിൽ കലാപക്കൊടി ഉയർത്തിയ CPIയുടെ കൃഷി വകുപ്പിലും ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കിയെന്നുള്ള വിവരം ഇന്ന് പുറത്തുവരികയാണ്. കാർഷിക സർവകലാശാലയിൽ NEP പ്രകാരമുള്ള പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പ്രാബല്യത്തിലുണ്ട്. CPM ഭരിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നേരത്തെ PM ഉഷ നടപ്പാക്കിയപ്പോഴും CPI മിണ്ടിയിരുന്നില്ല. ദേശീയ വിദ്യാഭ്യാസ നയത്തെ എതിർക്കുന്ന CPM CPI നിലപാട് ചോദ്യം ചെയ്യപ്പെടുകയാണ്. PM ശ്രീക്കെതിരെ പട നയിക്കുന്ന CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചുള്ള പാർട്ടി നിലപാട് എന്തെന്ന് പറഞ്ഞത് ആദ്യം കേൾക്കാം. PM ശ്രീയെ പറ്റി ഞങ്ങൾ മനസ്സിലാക്കിയത് അത് NEPയുടെ ഒരു ഷോക്കേസ് ആണെന്ന്. ഈ ആശങ്ക CPIയുടെ മാത്രം ആശങ്കയല്ല. PM ശ്രീ പോലെ ഒന്നിൽ ഇടപെടുമ്പോൾ പലവട്ടം ചിന്തിക്കണം ഇടതുപക്ഷ ഗവൺമെന്റ്. പക്ഷേ CPIയുടെ വകുപ്പായ കൃഷി വകുപ്പ് 2023 തന്നെ ദേശീയ വിദ്യാഭ്യാസ നയം സ്വീകരിച്ചു. NEP പ്രകാരമുള്ള നിർദ്ദേശം കാർഷിക സർവകലാശാലയിൽ നടപ്പാക്കി. അതാണ് പ്രൊഫസർ ഓഫ് പ്രാക്ടീസ്. 2023 ജൂൺ 23 പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് നടപ്പാക്കാൻ വിജ്ഞാപനമിറക്കി. വിജ്ഞാപനത്തിലെ ആദ്യ ഖണ്ഡികയാണ് ശ്രദ്ധേയം. 2020 ദേശീയ വിദ്യാഭ്യാസ നയം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വ്യാവസായിക അക്കാദമിക സഹകരണത്തിലൂടെ ശക്തിപ്പെടുത്തുമെന്ന്. CPIയുടെ വകുപ്പിന് കീഴിലുള്ള സർവകലാശാലയുടെ വിശേഷണമാണിത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കാത്ത പദ്ധതിയാണ്. ന്യൂനതയായി കണ്ടത് ഇങ്ങനെ പ്രൊഫസർമാരായി നിയമിക്കുന്നവർക്ക് അക്കാദമിക യോഗ്യത ഉണ്ടാകില്ലെന്ന വിഷയമായിരുന്നു. വിജ്ഞാപനം ഇറക്കിയ കാർഷിക സർവകലാശാല തന്നെ ഇത്തരം പ്രൊഫസർമാർക്ക് കോഴ്സിലും പാഠ്യപദ്ധതിയിലും ഇടപെടാൻ കഴിയുമെന്ന് വ്യക്തമാക്കുന്നുണ്ട്. അതായത് CPIയുടെ NEPയോടുള്ള എതിർപ്പ് സ്വന്തം വകുപ്പിന്റെ കാര്യം വന്നപ്പോൾ ഉണ്ടായില്ല. ഇനി ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയുടെ കാര്യത്തിലുള്ള CPMന്റെയും CPIയുടെയും എതിർപ്പിലുള്ള കാപട്യം നോക്കാം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് PM ഉഷ പദ്ധതിയിൽ ഒപ്പിട്ടതും NEP നടപ്പാക്കാമെന്ന വ്യവസ്ഥയോടെയാണ്. കേന്ദ്ര നയം 30% പോലും നടപ്പാക്കിയിട്ടില്ല ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കഴിഞ്ഞ വർഷം PM ഉഷ നടപ്പാക്കിയതാണ്. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഉപാധികൾ അംഗീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 405 കോടി രൂപ ഫണ്ടും 2024 ഡിസംബറിൽ കിട്ടി. കേരളത്തിൻ്റെതായ ബദൽ നടപ്പാക്കിയെന്നാണ് വിശദീകരണം. അതായത് PM ശ്രീക്ക് മുൻപേ PM ഉഷയിലൂടെ CPM ദേശീയ വിദ്യാഭ്യാസ നയത്തെ സ്വീകരിച്ചു. ഇവിടെ ന്യായമായും ഒരു സംശയമുണ്ട്. PM ശ്രീ MOU ഒപ്പിട്ടപ്പോൾ പട നയിക്കുന്ന CPI മന്ത്രിമാർ PM ഉഷയുടെ MOU ഒപ്പിട്ടപ്പോൾ എവിടെയായിരുന്നു? മന്ത്രിസഭയിൽ ചർച്ച ചെയ്യേണ്ടതല്ലേ? കാരണം PM ശ്രീ പോലെ PM ഉഷയും നയപരമായ വിഷയമാണ്. സംഘപരിവാർ അജണ്ട പാഠ്യപദ്ധതിയിൽ കടന്നുവരുന്ന വ്യവസ്ഥകൾ ആശങ്കയായി ഇടതുപക്ഷം പല ഘട്ടത്തിലും ഉയർത്തിയതാണല്ലോ. LDF നയത്തിന് വിരുദ്ധമായിരുന്നിട്ടും PM ഉഷ സംസ്ഥാന സർക്കാർ നടപ്പാക്കി. PM ശ്രീയിൽ CPI ഉയർത്തുന്ന പ്രതിഷേധം PM ഉഷയുടെ കാര്യത്തിൽ ഉണ്ടായില്ല എന്നത് ഇരട്ടത്താപ്പായി വ്യാഖ്യാനിക്കപ്പെടും. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.